ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ക്ലാപ്പ് അക്യൂസ്റ്റിക് കൺട്രോൾ സ്വിച്ചാണ് അസംബിൾ ചെയ്ത് നോക്കുന്നത്. കുറച്ച് അധികം കമ്പോണൻസ് ഉണ്ട്. ഇതൊരു സ്കൂൾ പ്രൊജക്റ്റൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സർക്യൂട്ടാണ്. അപ്പോൾ സമയം കളയാതെ നമുക്കൊന്ന് അസംബിൾ ചെയ്ത് നോക്കാം. എന്നിട്ട് എങ്ങനെയുണ്ട് ഇതിൻ്റെ വർക്കിംഗ് എന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സർക്യൂട്ട് അസംബ്ലിങ് തുടങ്ങാം. അപ്പോൾ ആദ്യമായിട്ട് റെസിസ്റ്റേഴ്സാണ് ബോർഡിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. ഇത് 10Kയുടെ റെസിസ്റ്ററാണ്. അപ്പോൾ ഇതൊന്ന് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ റെസിസ്റ്റേഴ്സ് 1 by 1 ആയിട്ട് നമുക്കൊന്ന് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ഇതിന് പൊളാരിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ശ്രദ്ധിക്കാനില്ല. അതിൻ്റെ വാല്യൂസ് മാത്രം ശ്രദ്ധിച്ച് കൊടുത്താൽ മതി. അപ്പോൾ കളർ കോഡിംഗ് ഒക്കെ നോക്കാൻ അറിയുന്നവരാണെങ്കിൽ കളർ കോഡിംഗ് നോക്കി കൊടുക്കുക. ഇല്ലെങ്കിൽ ഒരു മൾട്ടിമീറ്ററിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. റെസിസ്റ്റേഴ്സ് എല്ലാം തന്നെ PCBയിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതൊന്ന് സോൾഡർ ചെയ്തെടുക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് 4 ട്രാൻസിസ്റ്റേഴ്സ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ട്രാൻസിസ്റ്റേഴ്സ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ പൊളാരിറ്റി ചേഞ്ച് ചെയ്ത് പോകരുത്. എമിറ്റർ കളക്ടർ ബേസ് കറക്റ്റായി തന്നെ കൊടുക്കണം. അപ്പോൾ ഇതിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് പോലെ ഫ്ലാറ്റായിട്ടുള്ള പാർട്ട് കറക്റ്റായി തന്നെ കൊടുക്കുക. അതിനുശേഷം നമുക്കിത് സോൾഡർ ചെയ്തെടുക്കാം. അടുത്തതായി ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററാണ് ഇൻസേർട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് പൊളാരിറ്റി നോക്കി തന്നെ കൊടുക്കുക. നെഗറ്റീവ് മാർക്ക് ചെയ്തിട്ടുണ്ട്, ലോങ് ലീഡ് പോസിറ്റീവ്. അപ്പോൾ അത് മാർക്ക് ചെയ്തിരിക്കുന്ന 47 മൈക്രോ ഫാരഡ്സിൽ തന്നെ കൊടുക്കുക. ഇവിടെയും നെഗറ്റീവ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റായി തന്നെ കൊടുത്താൽ മതി. ഓക്കെ, ഇങ്ങനെ കപ്പാസിറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇലക്ട്രോലൈറ്റിക്കിന് മാത്രം പൊളാരിറ്റി നോക്കി കൊടുത്താൽ മതി. സെറാമിക് കപ്പാസിറ്റേഴ്സിന് പൊളാരിറ്റി ഇല്ലാത്തതുകൊണ്ട് വാല്യൂ മാത്രം നോക്കി കറക്റ്റായിട്ട് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് സോൾഡർ ചെയ്തെടുക്കാം. ഓക്കെ, അടുത്തതായി നമുക്ക് കണ്ടൻസർ മൈക്ക് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഇതിൽ നോക്കി കൊടുക്കണം. ഇവിടെ ഈ ബോഡിയിലേക്ക് സർക്യൂട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ് നെഗറ്റീവ്. കോണ്ടാക്ട്സ് ഒന്നും വരാത്ത നിർത്തിയിരിക്കുന്നത് പോസിറ്റീവ്. ഇവിടെ കറക്റ്റായിട്ട് തന്നെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അടുത്തായി പവർ കണക്ടർ കൂടി ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. 5 വോൾട്ടിലാണ് ഈ സർക്യൂട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 5 വോൾട്ട് കൊടുക്കാനുള്ള കണക്ടറാണിത്. നെക്സ്റ്റ് നമുക്ക് ഇത് വർക്കിംഗ് ആണോ എന്ന് അറിയുന്നതിനുള്ള, സ്റ്റാറ്റസ് അറിയുന്നതിനുള്ള ഒരു LED ആണ്. അതും പോസിറ്റീവ് നെഗറ്റീവ് നോക്കി കൊടുക്കുക. ഇതിൽ മാർക്ക് ചെയ്തിരിക്കുന്ന പോലെ നെഗറ്റീവിലേക്കും പോസിറ്റീവിലേക്കും കണക്ട് ചെയ്യുക. അപ്പോൾ ഇതുകൂടി സോൾഡർ ചെയ്താൽ നമ്മളുടെ അസംബ്ലിങ് കംപ്ലീറ്റ് ആയി. അതിനുശേഷം നമുക്ക്
സർക്യൂട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അങ്ങനെ സർക്യൂട്ട് അസംബ്ലിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി പവർ സപ്ലൈ കൊടുത്തൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ പവർ ഞാൻ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് ക്ലാപ്പ് സൗണ്ട് കൊണ്ട് ഇത് ഓൺ ആകുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ സർക്യൂട്ട് കൃത്യമായി തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, വളരെ സെൻസിറ്റീവാണ്. അപ്പോൾ ഈ ഒരു സർക്യൂട്ട് ഉപയോഗിച്ച് AC ഡിവൈസസ് കൺട്രോൾ ചെയ്യണമെങ്കിൽ, ലൈറ്റോ അതുപോലെയുള്ള ഡിവൈസസ്, ഫാനോ എന്തെങ്കിലും കൺട്രോൾ ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു സെപ്പറേറ്റ് ജമ്പർ പോയിൻ്റ് ഇട്ടിട്ടുണ്ട്. അവിടെ നിന്നൊരു റിലേ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് AC ലൈവ് വോൾട്ടേജിൽ വർക്ക് ചെയ്യുന്ന ഡിവൈസസും കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. പുതിയൊരു സർക്യൂട്ടുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്